ഇബ്നു തൈമിയയെ സംബന്ധിച്ച് മുൻകാല ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ സംഗതികളുണ്ട്. അതിനെക്കുറിച്ച് അയാൾ പറഞ്ഞു, എന്ത് അത് കിതാബിലുണ്ടോ ഒന്നും അറിയില്ല. ഏതാണ് നിങ്ങൾ മനസ്സിലാക്കണം, ഇബ്നു തൈമിയ തന്നെ അയാളെ കിതാബിൽ എഴുതിയത്. മനസ്സിലായില്ല? ഇബ്നു തൈമിയെക്കുറിച്ച് വേറൊരാൾ എഴുതിയതല്ല. ഇബ്നു തൈമിയയുടെ തന്നെ കിതാബിൽ ഇബ്നു തൈമിയ എഴുതിയ ആശയങ്ങൾ അത് അയാൾ പറഞ്ഞോന്ന് ഉറപ്പില്ല. കാരണം എന്താ, അതിൻ്റെ കൈപ്പടയിൽ നമുക്ക് കിട്ടിയിട്ടില്ല. ഈ ആശയം കൊണ്ടോട്ടിയിൽ വെച്ച് BKF-ന്റെ അഭിമുഖത്തിൽ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? അപ്പുറത്ത് മറ്റേ ചങ്ങായി ഇരിക്കുന്നുണ്ടല്ലോ, എന്താണ് നഈമി, രണ്ടെണ്ണം കൂടി ഇരുന്നിട്ട് പറഞ്ഞിട്ടില്ലേ? അവിടെ പന്ത് തട്ടിപ്പ് അവിടെ നടത്തണ്ടി. അത് ഞാനൊന്ന് കേൾപ്പിക്കാം. നമ്മൾ പറഞ്ഞ ആശയം ഇതാണ്. ഇബ്നു തൈമിയയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞത്, ഒന്ന്, അയാളെ കിതാബിലുള്ളത് പോലും ഉറപ്പില്ല. അയാളെ കിതാബിൽ പറഞ്ഞ എന്താന്ന് ചങ്ങായി പറയുന്നുണ്ട്. കേട്ടോളൂ അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിൽ നിന്ന്. അങ്ങനെ അശ്അരി തരീഖത്തിനെ അദ്ദേഹം അംഗീകരിച്ച് എഴുതി ഒപ്പിട്ട് കൊടുത്തു. അപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെയാണ് ഇബ്നു തൈമിയന്റെ ഗ്രന്ഥം എന്ന് പറഞ്ഞിട്ട് പല ഗ്രന്ഥമുണ്ട്, അത് നോക്കി ഇബ്നു തൈമിയ വലിയ ആളാണ് എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി ആദ്യം പറഞ്ഞത് കണ്ടിട്ട് നമ്മളെന്ത് ചെയ്തു, ഇബ്നു തൈമിയന്റെ ഏതോ ഒരു ഗ്രന്ഥം നോക്കി എന്ന് വിചാരിക്കാം. ഉദാഹരണത്തിന് അദ്ദേഹത്തിന് ദർഉ തആറുൽ അഖ്ലി വൻ നഖ്ലി എന്ന ഗ്രന്ഥമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, പടച്ചവനിക്ക് എന്താ അനങ്ങിയാൽ, പടച്ചവനിക്ക് എന്താ ഇറങ്ങിയാൽ, പടച്ചവനിക്ക് എന്താ പോയാൽ, പടച്ചവൻ എന്താ വന്നാൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിപ്പോൾ ഇദ്ദേഹം ഇവിടെ ഇങ്ങനെ അദ്ദേഹം തന്നെ കൈപ്പടയിൽ എഴുതി ഒപ്പിട്ടുണ്ട്. ഈ ദർഉ തആറുൽ അഖ്ലി വൻ നഖ്ലി എന്ന ഗ്രന്ഥം അയാളെ കൈപ്പടയിൽ നമുക്ക് കിട്ടിയില്ല. അയാളെ കൈപ്പട കണ്ടാൽ നമുക്കിട്ട് അറിഞ്ഞും കൂടാ. അപ്പോൾ പിന്നെ നമ്മളെങ്ങനെ അദ്ദേഹത്തിൻ്റെ ഏതാ ശരി എന്നെങ്ങനെയാണ് വെക്കുക? അതാണ് നേരത്തെ ചോദ്യകർത്താവ് ചോദിച്ചേ, ഒന്നിൽ അങ്ങനെയും കാണുന്നു, ഒന്നിൽ ഇങ്ങനെയും കാണുന്നു, നമ്മളെന്താ ചെയ്യാൻ? നമ്മളൊന്നും ചെയ്യാനില്ല, നമ്മളൊന്നും ചെയ്യണ്ട. തൽക്കാലം ഈ റൂമിലടിച്ച് വാതില് കുറ്റിട്ടിരിക്കുക, അതേ നടക്കുള്ളൂ, വേറെ വയ്യൊന്നുമില്ല. എന്താ പറഞ്ഞു വെച്ചത്? ആ കിതാബ് ഒന്ന് കാണിച്ചു കൊടുക്കുക, അതിൻ്റെ ചട്ടം ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മളെന്തോ പൊട്ടത്തരം പറയേ, എന്തെങ്കിലും ഇയാളെ പേരിൽ കള്ളത്തരം പറയല്ല. ദർഉ തആറുദിൽ അഖ്ലി വൻ നഖൽ, ആരതാ കിതാബിൽ? ഷെയ്ഖുൽ ഇസ്ലാം, അത് അതിൽ എഴുതിയാണ്. അയാൾ ഷെയ്ഖും അല്ല രുക്കും അല്ല. അബുൽ അബ്ബാസ് തഖിയുദ്ദീൻ അഹ്മദ് ഇബ്നു അബ്ദുൽ ഹലീം ഇബ്നു തൈമിയ. ഇബ്നു തൈമിയയുടെ കിതാബാണ് ദർഉ തആറുദിൽ അഖ്ലി വൻ നഖൽ. ഈ കിതാബിലാണ് അള്ളാഹ്ക്ക് എന്താ വന്നാൽ, അള്ളാഹ്ക്ക് എന്താ കയറിയാൽ, അള്ളാഹ്ക്ക് എന്താ ചാടിയാൽ, അള്ളാഹ്ക്ക് എന്താ പാറിയാൽ എന്നൊക്കെ ഇബ്നു തൈമിയ എഴുതി വെച്ച കിതാബാണിത്. അപ്പൊ ഇയാൾ പറയാണെന്ത്, അതാ കിതാബിലുണ്ട്, പക്ഷേ അത് ഇബ്നു തൈമിയയുടെ കൈപ്പട നമ്മൾ കണ്ടിട്ടില്ല. അത് അയാൾ എഴുതിയതാണോ എന്നെങ്ങനെ നമുക്കറിയും? നന്നായി ചിന്തിക്ക്. ഒരാളെ കിതാബെന്ന് നേരിട്ട് കണ്ടാൽ പിന്നെ അതാന്ന് ഉറപ്പിക്കണമെങ്കിൽ എന്ത് വേണം? അയാളെ കയ്യെഴുത്ത് കോപ്പി കണ്ടെത്തണം. കയ്യെഴുത്ത് കോപ്പി കണ്ടാലും കാര്യമില്ല, ഇത് മൂപ്പര കയ്യെഴുത്താന്ന് അറിയണമല്ലോ. അപ്പൊ ഇബ്നു തൈമിയനെ നന്നാക്കണം, അതിനു വേണ്ടി പുതിയ തട്ടിപ്പുണ്ടാക്കിയതാ. എന്ത്? സ്വന്തം കിതാബിൽ എഴുതിയാലും പോരാ, കൈപ്പട നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ആ കിതാബ് കൈപ്പടയിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ? അല്ല, ഈ കൈപ്പടയിൽ കണ്ട എത്ര കിതാബുണ്ടോ ഈ ചങ്ങായിൻ്റെ അടുത്തുള്ളത്? അപ്പൊ ഇബ്നു തൈമിയ ഇത്തരം പൊട്ടത്തരം നിറച്ചു വെച്ച കിതാബ് വരെ അത് ഉറപ്പില്ല. അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അയാൾ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. ആ വഹാബിന്റെ സ്വഭാവമാണ്. എൻ്റെ സ്വഭാവം തന്നെ അല്ലത്. വായക്കാട്ടെന്ന് പറഞ്ഞ ആയിരിയാണോ BKF-ൽ വന്ന് പറഞ്ഞേ? അതിനല്ലേ ഞാൻ പറയുന്നത്. ഈ വൈരുദ്ധ്യം പറയാന്നുള്ളത് മുബ്തദീന്റെ അലാമത്താണ്. അത് ഇബ്നു തൈമിയക്ക് ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ ശരിക്കും മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ പറഞ്ഞ ഒന്നാമത്തെ പോയിന്റ്, ഇബ്നു തൈമിയയുടെ സ്വന്തം കിതാബിൽ ഉള്ളതിൽ പോലും കൈപ്പടയിലല്ലാത്തത് കൊണ്ട് ഉറപ്പില്ല എന്നുള്ള വാദം കൊണ്ടുവന്നു. വെളുപ്പിക്കാനല്ലേ കൊണ്ടുവരണ്ട്. അയാൾ അതിലുള്ളത് പോലെ പറഞ്ഞ കറുപ്പിക്കലാണ്. അയാൾ എഴുതി വച്ച കിതാബ് ദർഉ തആറുദിൽ അഖ്ലി വൻ നഖ്ലി പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ അയാൾ പറഞ്ഞ പൊട്ടത്തരങ്ങൾ അതുപോലെ വായിച്ചാൽ പിന്നെ നമ്മൾ അയാളെ കറുപ്പിക്കേണ്ട, അയാൾ കറുത്തു പോകും. അപ്പൊ ഇയാൾക്ക് അയാളെ വെളുപ്പിക്കണം. അതിനാ പറഞ്ഞ കൈപ്പടയിൽ കിട്ടിയിട്ടില്ല, പിന്നെ നമ്മളെങ്ങനെ ഉറപ്പിക്കും? ഇത് ഇയാൾ പറഞ്ഞിട്ടുണ്ടോ? അല്ലേ? ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
എവിടെയാണ് അതിൽ തട്ടിപ്പുള്ളത്? ഏത് ക്ലിപ്പായാലും തട്ടിപ്പെടുത്തി നമ്മൾ. അപ്പുറത്ത് ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്, അവിടെ ഇതില്ലാതാവോ? അതുകൊണ്ട് ഇതില്ലാതാവോ? ഇത് നിങ്ങൾ പറയണം, മറുപടി പറയണം. എ പി സമസ്ത ഇബ്നു തൈമിയ തന്നെ കിതാബിൽ എഴുതിയ കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ ഉറപ്പില്ലെന്ന് നിങ്ങൾ പറയുന്നു. ഇത് വെളുപ്പിക്കലല്ലേ? അതിന്റെ ഒരു ഘട്ടമല്ലേ? ഇതാ ഞങ്ങൾ പറഞ്ഞ്, ഇതിന് മറുപടി പറയാൻ കഴിയുമെങ്കിൽ അടുത്ത പ്രസംഗത്തിൽ മിസ്റ്റർ പേരോട് പറഞ്ഞോളണം.